കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മോള് മോളെ ഞാൻ വന്ന് എന്റെ പരാതിയും സങ്കടങ്ങളും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. ഞാൻ അനുഭവിക്കാനുള്ളത് ഞാൻ അനുഭവിച്ചേ പറ്റൂ. എന്റെ ആരുമല്ലാത്ത നിങ്ങൾക്ക് എന്റെ കാര്യത്തിൽ ഒരു ദുഃഖം ഉണ്ടാവില്ല. എന്നാലും എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ചതിക്കുകയും നാണം കെടുത്തുകയും ചെയ്യുന്ന എന്തിനാ? അതാ എനിക്ക് മനസ്സിലാവാത്ത. ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് എന്നെ ഇത്രയേറെ ദ്രോഹിക്കണം? എനിക്ക് ഈയിടെ പുതിയ അച്ഛനമ്മമാര് വന്നിരുന്നു. അവരെ നിങ്ങളും പരിചയപ്പെട്ടതാണല്ലോ. ആദ്യം തന്നെ എനിക്ക് അവരെ സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ തന്നെ അവരെ പിടികൂടി ഞാൻ മാമനെന്ന് വിളിക്കുന്ന പോലീസ് ഓഫീസറെ ഏൽപ്പിച്ചു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എനിക്കിനി അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. ഏതായാലും ഞാൻ പിടിച്ചുകൊടുത്ത ആ തട്ടിപ്പുകാരായ ആളുകളെ പ്രസാദ് സാർ വെറുതെ വിട്ടു. എന്താ അതിന്റെ അർത്ഥം? എന്റെ അച്ഛനമ്മമാരായിട്ട് അഭിനയിക്കാൻ ആ തട്ടിപ്പുകാരായ നടീനടന്മാരെ ദേവമംഗലത്ത് എത്തിച്ചത് ACP പ്രസാദ് സാറല്ലേ? ഇല്ല മോളെ, ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നീ പ്രസയെ സംശയിക്കരുത് മോളെ. എങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം അവരെ രക്ഷപ്പെടാൻ അനുവദിച്ചു? ഞാൻ അനാഥയാണെങ്കിൽ എന്നെ അങ്ങ് വെറുതെ വിട്ടൂടെ? എന്തിനാ എന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊക്കെ ഇത്ര താല്പര്യം? എല്ലാ കാര്യത്തിലും എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. എനിക്കത് മനസ്സിലാവുന്നില്ല. എല്ലാവരോടും ഞാൻ പറയാം, എന്റെ ഹൃദയത്തിൽ മുറിവേറ്റിരിക്കുന്നു. കാലത്തിന് പോലും ഉണക്കാൻ പറ്റാത്ത മുറിവായി അത് മാറാതിരിക്കണമെങ്കിൽ എനിക്കും ചില സത്യങ്ങൾ അറിയാനുണ്ട്. അത് ഞാൻ തന്നെ കണ്ടെത്തും. പിൻവിളി വേണ്ട. അത് കേട്ട് നിൽക്കാനോ കരയാനോ ഉള്ള ആത്മബന്ധമൊന്നും നമ്മൾ തമ്മിലില്ല. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. പക്ഷെ നിങ്ങളെല്ലാവരും നല്ല നടീനടന്മാരാ. മറ്റുള്ളവരുടെ ഹൃദയത്തെ ഏറി മുറിച്ചുകൊണ്ടുള്ള അഭിനയക്കാർ. ഞാൻ നിന്നെ തിരക്കി വരികയായിരുന്നു. നീ എന്താ എന്നെ കണ്ടിട്ട് നിർത്താതെ പോയത്? തുളസി ചോദിച്ച കേട്ടില്ലേ? ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ പോവായിരുന്നു. ഫ്രണ്ടാണോ അതോ ഞാനാണോ നിനക്ക് വലുത്? അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നത്? എനിക്ക് നീ കഴിഞ്ഞേ ഉള്ളൂ എല്ലാം. പിന്നെ എന്തുകൊണ്ടാ എന്നെ കണ്ടിട്ട് നീ നിർത്താതെ പോയത്? എടാ, എന്റെ അവസ്ഥ നിനക്കറിയാലോ. എന്തവസ്ഥ? നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയേണ്ടത് എന്നോടല്ലേ? അതറിയേണ്ടത് ഞാനല്ലേ? നീ അറിഞ്ഞിട്ട് എന്താ പ്രയോജനം? നീ നിസ്സഹായനാ. നിനക്കത് പരിഹരിക്കാനൊന്നും പറ്റില്ല. നിന്റെ മനസ്സിന് ബലം നൽകാൻ എനിക്ക് സാധിക്കും. അത് എനിക്ക് മാത്രമേ സാധിക്കൂ.
ഇന്നലെ വീട്ടിൽ നടന്ന കോലാഹലങ്ങളൊക്കെ നീ അറിഞ്ഞില്ലേ? അറിഞ്ഞു തുളസി. അതിലെനിക്ക് വിഷമമുണ്ട്. നീ ചതിക്കപ്പെട്ടതില് എനിക്ക് നിന്നേക്കാളേറെ ദുഃഖമുണ്ട്. എനിക്ക് ആദ്യം മുതൽ അത് സംശയം ഉണ്ടായിരുന്നു. പിന്നെ നിന്നോട് ഞാനത് ഷെയർ ചെയ്യില്ലെന്നേ ഉള്ളൂ. അവരെന്തിനാ വന്നേ? ആരവരെ പ്രേരിപ്പിച്ചേ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. അവരോട് അക്കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ എനിക്കൊരു അവസരം പോലും തരാതെ മാമൻ അവരെ രക്ഷപ്പെടുത്തി. അതെന്തിനാ? നിന്നോട് പറയാത്ത രഹസ്യങ്ങളൊന്നും നിന്റെ അച്ഛനുണ്ടാവില്ല. പറ, മാമൻ എന്തിനാ അവരെ രക്ഷപ്പെടുത്തിയത്? പറ. എന്റെ തുളസി, അത് ഏത് വിഡ്ഢിക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ? 2 ക്രിമിനലുകൾ വന്ന് ACPയുടെ വീട്ടിൽ താമസിക്കുക. അവരെ അറസ്റ്റ് ചെയ്താ അത് അച്ഛൻ എന്നെ നാണക്കേടല്ലേ? സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാ നിന്റെ അച്ഛൻ ACP കൃഷ്ണപ്രസാദ്. എന്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞ് വ്യാജേന വന്ന ആൾക്കാര് പക്ക ക്രിമിനൽ ആണെങ്കിൽ അദ്ദേഹം അവരെ വെറുതെ വിടില്ല. അപ്പൊ ഇതിന് പിന്നിൽ ആരൊക്കെ ഒത്തുകളിച്ചിട്ടുണ്ട്. ആരെന്ത് ഒത്തു കളിച്ചാലും നിനക്കൊരു ചുക്കൂല്ല. നീയേ ഈ ആദിത്യന്റെ ഭാര്യ. എനിക്ക് നിന്റെ അച്ഛനും അമ്മയൊന്നും കാണണമെന്നൊന്നുമില്ല. ഞാൻ സ്നേഹിച്ചത് നിന്നെയാ. എന്റെ തുളസിയെ. തുളസി, എനിക്ക് നീ മാത്രം മതി. നീ മാത്രം. വാ, നമുക്ക് വീട്ടിൽ പോ. ഞാൻ നിന്നെ വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല. പക്ഷെ എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അതിലേക്ക് എത്താൻ നീ എന്നെ സഹായിക്കണം. ഞാൻ എന്താ വേണ്ടതെന്ന് നീ പറഞ്ഞാ മതി. കുറച്ചു നേരത്തേക്ക് നീ എന്നെ തനിയെ വിട്. ഞാൻ എന്റെ ഫ്രണ്ടിനെ കൂടി കണ്ടിട്ട് വരാം. പ്ലീസ്. ചെയ്ത് എന്നെ സാറിന് വിളിക്കരുത്. വിളിച്ച് ശീലിച്ചത് മാമനെന്നാ. ഇനി ഞാൻ എന്തിനങ്ങനെ വിളിക്കണം? നമ്മൾ തമ്മിൽ എന്താ ബന്ധം? സത്യത്തിൽ ആരാ ഞാൻ? അതാ എനിക്ക് അറിയേണ്ടത്. പ്രസാദേട്ടാ, ഒരിക്കൽ കൂടി മനസ്സിലായല്ലോ ആ തുളസിയുടെ കള്ളത്തരം. ഇങ്ങനെ കളവും വഞ്ചനയും കാണിക്കുന്ന പെണ്ണുങ്ങളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവളെ ഒടുവിൽ ഗത്യന്തരമില്ലാതെ വാടകയ്ക്ക് അച്ഛനെയും അമ്മയും കൊണ്ടുവന്നിരിക്കുന്നു. അത് നമ്മള് മനസ്സിലാക്കി പിടിക്കപ്പെടുമെന്ന അവസ്ഥ വന്നപ്പോ അവള് തന്നെ അവരെ പറഞ്ഞു വിട്ടു. എന്തായാലും ഇതോടുകൂടി അവളുടെ തനിനിറം പ്രസാദേട്ടന് മനസ്സിലായല്ലോ. ഇനി ഒരു നിമിഷം താമസിപ്പിക്കാൻ പറ്റില്ല. അവൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടേ പറ്റൂ. പ്രസാദേട്ടനെന്താ മറുപടി പറയാത്തത്? ഞാനെന്ത് മറുപടി പറയാനാ? മറുപടി പറയണ്ട. ഞാൻ അവളെ അടിച്ച് പുറത്താക്കിയേക്കാം. തുളസിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അവളുടെ ഭർത്താവാ. ഭർത്താവല്ല, അവന്റെ അമ്മയായ ഞാനാ ഇവിടെ തീരുമാനം എടുക്കാൻ പോകുന്നത്. ഭാര്യയുടെ മേൽ ഉത്തരവാദിത്വം ഉള്ളത് ഭർത്താവിനാണ്, അല്ലാതെ അമ്മയ്ക്കല്ല. ഒരമ്മയ്ക്കും അതിനുള്ള അവകാശം ഇല്ല.
പ്രസാദിന് ഇനി ആ തലതെറിച്ചവളെ ന്യായീകരിക്കുകയാണോ? ദുർഗ, ഞാനൊരു അച്ഛനാണ്. എന്റെ മകന്റെ ഭാര്യയാണ് തുളസി. എന്റെ മകന്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഞാൻ നിലകൊള്ളുക. ഇനി ഒരച്ഛൻ, കുടുംബനാഥൻ എന്നതിൽ ഉപരി ഒരു നീതിപാലകം കൂടിയാണ് ഞാൻ. എന്റെ മകന്റെ പ്രവൃത്തി നീതിപൂർവം അല്ലെങ്കിൽ അവനെയും ചിലപ്പോൾ എനിക്ക് എതിർക്കേണ്ടി വരും. പറഞ്ഞു വരുന്നത് തുളസി ഇനി ഇവിടുന്ന് പറഞ്ഞു വിടാൻ പ്രസാദേട്ടന് ഉദ്ദേശം ഇല്ല എന്നാണോ? എടോ, ആദിയുടെ ജീവിതത്തിൽ നിന്നും തുളസിയെ ഒഴിവാക്കാൻ മാത്രം അവൾ എന്ത് തെറ്റാ ചെയ്തത്? സ്വഭാവശുദ്ധിയും വിശുദ്ധിയും നിറഞ്ഞ പുണ്യവതിയായ സീതാദേവിയെ ആരോ പറഞ്ഞ അപവാദ കഥകൾ കേട്ടിട്ടേ ശ്രീരാമന് സീതാദേവിയെ ഉപേക്ഷിക്കേണ്ടി വന്നു. അത് പുരാണം. അതെ, പക്ഷേ ഇത് ജീവിതം. അന്ന് പുരാണത്തിൽ സംഭവിച്ചതുപോലെ ഒരു അപവാദം തുളസിയുടെ പേരിൽ ആരെങ്കിലും പറഞ്ഞു പരത്തിയിട്ടുണ്ടോ? ഉണ്ടോന്ന്? പോട്ടെ, ഈ നാട്ടുകാരിൽ ആരെങ്കിലും ഒരാൾ ആ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു മോശം പറഞ്ഞിട്ടുണ്ടോ? പ്രസാദേട്ടാ, തുളസിയെക്കുറിച്ച് കുറ്റം പറയുന്ന 4 വ്യക്തികളെ ഈ ഭൂമുഖത്തുള്ളൂ. അതിൽ മുൻപന്തിയില്ല താൻ. പിന്നെ ദുർഗുണങ്ങൾ മാത്രമുള്ള ശ്രീമതി മംഗള, അവരുടെ കൊച്ചുമകൾ ആതിര, അതുകൂടാതെ തന്റെ കൈമണി സുലു. അച്ഛനില്ലാത്ത അമ്മയില്ലാത്ത അനാഥ പെണ്ണിനെ ഇവിടെ വേണ്ട. എടോ, ഒരച്ഛനും അമ്മയ്ക്കും ജനിച്ചത് തന്നെയാ തുളസിയും. ആ അച്ഛനും അമ്മയും പ്രത്യക്ഷത്തിൽ ഇല്ല എന്ന് വെച്ച് അതൊരു കുറവാണോ? പ്രസാദേട്ടാ, ദുർഗ, അന്യരെ വിധിക്കുന്നവൻ അജ്ഞനാണ്. താൻ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടെത്താൻ ശ്രമിക്കുമ്പോ താൻ തന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി ചിന്തിച്ചിട്ടുണ്ടോ? തന്നിലെ തന്നെ താൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എനിക്ക് എന്നെ കുറിച്ച് പൂർണ്ണ വിശ്വാസമുണ്ട്. ആഹാ, അതാണ് തന്റെ കുഴപ്പം. അഹംഭാവം. അഹംഭാവം അമിതമാവുമ്പോ അതൊരു രോഗമായിട്ടങ്ങ് മാറും. ഇന്ന് ഞാൻ അവളെ ഇവിടുന്ന് അടിച്ചിറക്കും. ഇന്നെന്നല്ല, ഈ ജന്മത്തിൽ ഒരിക്കലും തനിക്ക് അവളെ ഇവിടുന്ന് അടിച്ചിറക്കാൻ പറ്റില്ല. ഇത് പറയുന്നതേ പ്രസാദ, ദേവമംഗലത്തെ കൃഷ്ണപ്രസാദ്. തുളസി, നീ ഇങ്ങനെ വിഷമിക്കാതെ. ഇത്തരം സംഭവങ്ങളൊന്നും ഈ ഇടയിട്ട് നിന്റെ ജീവിതത്തിൽ പുത്തരിയൊന്നും അല്ലല്ലോ. ഏയ്, എനിക്ക് വിഷമമൊന്നും ഇല്ല. എന്തോ കരഞ്ഞു കരഞ്ഞ് കണ്ണുകൾ വറ്റി, സഹിച്ച് സഹിച്ച് മനസ്സും മരവിച്ചു. ഇനി എന്തൊക്കെ സഹിക്കണമെന്ന ആകാംക്ഷ മാത്രമേ ഉള്ളൂ. ആ അച്ഛനമ്മമാരെ കുറിച്ച് വേറെ വല്ല വിവരങ്ങളും അറിഞ്ഞോ? എന്തറിയാൻ? അവരാരാണെന്ന് കണ്ടെത്തിയത് നമ്മൾ രണ്ടുപേരും കൂടെയല്ലേ. അതിലപ്പുറം ഇനി എന്തന്വേഷിക്കാനാ? അവരഭിനയിക്കാൻ അറിയുന്ന 2 തട്ടിപ്പുകാര് മാത്രം, ജീവിക്കാൻ വേണ്ടി വേഷം കിട്ടുന്നവര്. അവരെ ദേവമംഗലത്തേക്ക് കൊണ്ടുവന്നത് ആരാണെന്ന് വ്യക്തമായ സൂചന വല്ലതും കിട്ടിയോ? അതിന്റെയൊക്കെ പിന്നിൽ മാമൻ തന്നെയാണെന്നാ എന്റെ ഉറച്ച വിശ്വാസം. പ്രസാദ് സാർ നിന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ആളല്ലേ. അദ്ദേഹം നിനക്ക് ഉപദ്രവകരമായ ഒരു കാര്യം ചെയ്യില്ലല്ലോ. അതാ എന്തോ എനിക്ക് മനസ്സിലാവാത്ത. എന്നും എനിക്ക് തണലായി നിൽക്കുന്ന ആളാ പ്രസാദ് മാമൻ. അദ്ദേഹമാണത് ചെയ്തെങ്കിൽ എന്തിനാ അത് ചെയ്തേ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് തുളസി. നിന്നെ ദുർഗാമ്മയും കൂട്ടരും തല്ലിക്കൊല്ലാനും ഓടിക്കാനും ശ്രമിക്കുന്നു. മറ്റു ചിലര് സ്നേഹിക്കാനും നിലനിർത്താനും ശ്രമിക്കുന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം?
അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ആ വാടകക്കാരായ അച്ഛനെയും അമ്മയും കൊണ്ടുവന്നതിന് പിന്നിൽ എന്തൊക്കെയോ കഥകളുണ്ട്. ഏതായാലും മാമനത് തുറന്നു പറയില്ല. പക്ഷെ എനിക്കത് അറിഞ്ഞേ പറ്റൂ. അതിന് ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. എന്ത് വഴി? അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഞാൻ ഇന്നുവരെ എന്റെ ഏട്ടനെ പറ്റി ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ആ മുഖത്തേക്ക് ധിക്കാരത്തോടെ ഒന്നും നോക്കിയിട്ട് പോലുമില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് എന്റെ ഏട്ടനോട് ദേഷ്യം തോന്നുക. ഏട്ടന്റെ രക്തത്തിൽ പിറന്ന മകളല്ലേ ഹൃദയം തകർന്നു നടക്കുന്നത്. അത് കണ്ടിട്ട് എന്താ ഏട്ടന്റെ മനസ്സലിയാത്തത്? നീ എന്താ പ്രിയ ഇങ്ങനെ ബുദ്ധിയില്ലാത്തവരെ പോലെ സംസാരിക്കുന്നത്? ആ മനുഷ്യൻ ഹൃദയമുരുകി മരിക്കുന്ന അവസ്ഥയിലായിപ്പോ. മകളെ ഉപേക്ഷിക്കാനൊക്കോ? ഭാര്യയെ മറക്കാൻ പറ്റുമോ? സത്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോ ഭാര്യയോ മകളോ ആരാണ് ഇല്ലാതാവുക? പ്രസയുടെ മനസ്സറിയാതെയാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാ ചേട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. ഇപ്പൊ എനിക്ക് എന്റെ ഏട്ടനോട് ദേഷ്യം തോന്നിയത് മറ്റൊന്നും കൊണ്ടല്ല. യാതൊരു പിടിപ്പും ഇല്ലാത്ത രണ്ടുപേരെ അച്ഛനും അമ്മയായിട്ട് കൊണ്ടുവന്നതിന് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്റെ ഏട്ടന്? നിനക്കിപ്പോ കുറ്റം പറയാൻ പറ്റും നിന്റെ ഏട്ടനെ. ആ സമയത്ത് നിലനിൽക്കാൻ തോന്നിയ ബുദ്ധി അതായിരുന്നു. അതിങ്ങനെ പാളിപ്പോന്ന് കരുതിയതാണോ? ടെൻഷൻ സഹിച്ചേ നിങ്ങളുടെ രണ്ടുപേരുടെയും ബുദ്ധി ഒരുപോലെ അങ്ങ് മരവിച്ചു പോയോ? എന്റെ ജേട്ട വാടകയ്ക്ക് എടുത്തവരെന്നും വാടകക്കാര് തന്നെയല്ലേ? അതൊരിക്കലും അവളുടെ യഥാർത്ഥ അച്ഛനും അമ്മയും ആവില്ലല്ലോ. എന്നെങ്കിലും അവൾ അവരെ തിരിച്ചറിയുമ്പോ കബളിപ്പിച്ചവരോടും അതിന് പ്രേരിപ്പിച്ചവരോടും അവൾക്ക് എന്താ തോന്നുക? യഥാർത്ഥത്തിൽ ഏട്ടൻ ഇപ്പൊ തുളസിമോളുടെ ശത്രുവല്ലേ? നീ പറയുന്നൊക്കെ സത്യമാ പ്രിയേ. പക്ഷെ നമ്മളൊക്കെ നിസ്സഹായരാ. സ്വന്തം മകനേക്കാൾ സ്നേഹിച്ച് വളർത്തിയതാ തുളസിമോളെ നമ്മൾ. സത്യം പണ്ടേ തുറന്നു പറഞ്ഞില്ല. അത് DNA ടെസ്റ്റ് വരെ കൊണ്ടെത്തിച്ചതിൽ അവൾക്ക് നമ്മൾ ശത്രുക്കളായി. ഇപ്പതേ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനമ്മമാരെ കൊണ്ടുവന്നതിന്റെ പേരിൽ സ്വന്തം അച്ഛൻ ശത്രു. ജനിപ്പിച്ച അമ്മയ്ക്ക് ആ കുട്ടിയോട് പണ്ടേ പക. തുളസിമോളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ അവൾ എന്തുമാത്രം വേദനിക്കുന്നുണ്ട് ജയേട്ടാ. അത് നിങ്ങൾ ആരും കാണാത്തത് എന്താ? അത് കാണുന്നില്ലെന്ന് ആര് പറഞ്ഞു പ്രിയേ? ഞാൻ എല്ലാ യാഥാർത്ഥ്യങ്ങളും ഒന്ന് ഓർത്തു പോയതാ. അവൾ എങ്ങോട്ടാണോ പോയിരിക്കുന്നത്? അവളിനി എന്താ ചെയ്യാൻ പോകുന്നത്? എനിക്കൊന്നും അറിയില്ല. അവള് നമ്മളെ എല്ലാരെയും വെറുത്തു കഴിഞ്ഞു. ചേട്ടാ, സത്യം അറിയുന്നത് വരെ അവൾ ആ വെറുപ്പ് തുടരും. അതുവരെ നമ്മളൊക്കെ അവളുടെ ശത്രുക്കളാ. ബുദ്ധിമതി ആയതുകൊണ്ട് അവൾ ചിന്തിക്കും, അനാഥയായ അവളെ അവഗണിക്കുന്നതിന് പകരം നമ്മൾ 3-4 പേര് അവളെ സ്വന്തം മകളെപ്പോലെ കരുതുന്നത് എന്തിനെന്ന്, ഞാൻ ഇവരുടെ ആരാണെന്ന്. അവൾ തന്നെ കണ്ടെത്തും പ്രിയേ അവളുടെ യഥാർത്ഥ അച്ഛനെ അമ്മയും. അവൾ അതിനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. സർ, കാർത്തിക ശങ്കർ മാഡം അതുണ്ട്, ചെന്നോളൂ.
തുളസി ഇരിക്കൂ. ഇനി പറയൂ. മാഡത്തിനോട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഞാൻ ACP കൃഷ്ണപ്രസാദ് സാറിന്റെ മകൻ ആദിത്യന്റെ ഭാര്യ. റെക്കോർഡിക്കലി നടന്ന കല്യാണമാണെങ്കിലും ആദിത്യന്റെ അമ്മ കനകദുർഗ എന്നെ മരുമകളായി ഇതേവരെ അംഗീകരിച്ചിട്ടില്ല. അമ്മായിയമ്മ പോരാണോ വിഷയം? അതൊന്നുമല്ല. ഇതുവരെ എന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ മാഡം ഒന്ന് കേൾക്കണം. എന്നാലേ മാഡത്തിന് എന്നെ സഹായിക്കാനും ഈ പ്രശ്നം പരിഹരിക്കാനും പറ്റൂ. ACP കൃഷ്ണപ്രസാദ് സാറിനെ എനിക്ക് വളരെ അടുത്തറിയാം. അതുകൊണ്ട് തുളസി എല്ലാം തുറന്നു പറയൂ. ചുരുക്കി പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാവും. പറയാം മാഡം.